ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫാൻ എയർ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഞങ്ങൾ വന്നു, ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ പോയൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ. അയ്യോ, എന്തിനാ ഇപ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞത്? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ അവൾ വരുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ചിക്കൻ കറിയും ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയൊക്കെ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അതൊന്ന് വാടി വന്നപ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇതൊക്കെ ഇട്ടിട്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. പൊടികളൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ കറിയിൽ സാധാരണ തക്കാളി വലിയ പീസായിട്ട് കട്ട് ചെയ്തിടാറില്ല. ഞാൻ സാധാരണ ചെയ്യാറെന്ന് പറയുന്നത് തക്കാളിയുടെ പേസ്റ്റാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പേസ്റ്റ് ഒഴിച്ച് അതും ഒന്ന് ഓക്കെ വന്നപ്പോഴേക്കും കറിവേപ്പില ഞാൻ ലാസ്റ്റ് ഇടുള്ളൂ, ആദ്യമേ ഇട്ട് അങ്ങതാക്കി കളയില്ല. പിന്നെ ചെറുതായിട്ട് ഒരു പകുതി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. ആ ചിക്കനും ഇട്ട് വെള്ളം ഒഴിച്ച് ചിക്കൻ കറി അവിടെ സെറ്റാക്കി വെച്ചു. ചപ്പാത്തി പിന്നെ അവൾ വന്നപ്പോഴേക്കാണ് കേട്ടോ ചുട്ടത്. അപ്പോഴേക്കും ഞാൻ എൻ്റെ മേലൊക്കെ കഴുകലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവൾ വന്നപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുൽഫിയും അവൾക്ക് മാംഗോയുടെ ഏതോ ഒരു ഫ്ലേവറും ആയിരുന്നു കേട്ടോ. അങ്ങനെ അവൾ അതും കഴിച്ചു, ഞാൻ കുൽഫിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ചപ്പാത്തി കഴിച്ചത്. പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു. ഞാൻ ഒരെണ്ണമൊക്കെ കഴിക്കണുള്ളൂ എന്ന് ഇതിൽ കാണിക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കഴിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ മാതളനാരങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റെഡിയായി നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. എടപ്പള്ളി സിറ്റി സിൽക്സിൽ നിന്നാണ് ഈ ഡ്രസ്സ് എടുത്തത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അവൾ ഒരു ഡ്രസ്സ് എടുത്തു. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അവിടെ പോണതും ഡ്രസ്സ് എടുക്കണം, അതൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, മറന്നുപോയി. മറവി വല്ലാത്തൊരു പ്രശ്നമാണ്. തിരിച്ച് ലുലുവിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യം വെക്കുന്നത്, ഇത്രയും നേരമായിട്ടും വീഡിയോസൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന്. ഞങ്ങൾ ലുലുവിലെത്തിയപ്പോഴേക്കും ഉച്ചയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 1:45 ആടുജീവിതം കാണാൻ ഷെനായിസിൽ പോകണം. ഞങ്ങൾക്ക് അവിടെ നിന്ന് ലുലുവിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഷെനായിസിലാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രൂട്ട് സലാഡും 2 ഡ്രിങ്ക്സും ഞാൻ എടുത്തു. പിന്നെ 2 സാൻഡ്വിച്ചും ഒരു ചെറിയ കഷ്ണം കേക്കിൻ്റെ പീസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ലുലുവിൻ്റെ മേളിൽ പോയിട്ടിരുന്നിട്ട് അതൊക്കെ കഴിച്ചു കേട്ടോ. ഇതൊരു ഇറ്റാലിയൻ സാലഡായിരുന്നു. ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബാക്കി ആ 2 ഡ്രിങ്ക്സും ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു. കേക്കിന് ഭയങ്കര ഹൈവിൻ്റെ ഹണി കേക്കാണ് എടുത്തത്. അതിന് ഭയങ്കര ബട്ടറി ടേസ്റ്റായിരുന്നു. പിന്നെ സാൻഡ്വിച്ച് നോർമൽ ചിക്കൻ സാൻഡ്വിച്ചായിരുന്നു. അതും അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചത്. പിന്നെ അവൾ മറ്റേ ഇങ്ങനെ സാൻഡ്വിച്ച് വന്നിട്ട് എന്താ ഷവർമ സ്പെഷ്യലോ അങ്ങനെ എന്തോ ഒരു സാൻഡ്വിച്ചാണ് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അത്യാവശ്യം എല്ലാം കഴിച്ച് തീർത്തിട്ട് പയ്യെ ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ജസ്റ്റ് അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ലുലുവിൽ പോയത്. പയ്യെ ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ മെട്രോ പിടിക്കാനായിട്ട് പോയിട്ടോ. മെട്രോ കയറി ഇറങ്ങിയാലാണ് നമ്മൾ എവിടെ എത്താം, ഷെനായിസിലെത്തുക. അപ്പോൾ ലുലുവിൽ നിന്ന് ഡയറക്റ്റ് മെട്രോ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പോയി. അതിൻ്റെ ഉള്ളിലൂടെ വഴിയുണ്ട്, ഉള്ളിൽ നിന്ന് ഞങ്ങൾ പോയി, ഉള്ളിൽക്കൂടെ വഴിയുണ്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോയൊക്കെ കയറി ഷെനായിസിലെത്തി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫിലിം തുടങ്ങാറായിരുന്നു കേട്ടോ. പിന്നെ വേഗം പോയിട്ട് ആടുജീവിതം കണ്ടു. എൻ്റെ പൊന്നോ, പടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീലായി. ഞങ്ങൾ കുറേ കരയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫിലിം കഴിഞ്ഞ് പിന്നെ നേരെ കോസ്റ്റോ കോഫിയിൽ വന്നിട്ട് ഓരോ ഐറിഷ് ക്യാപിച്ചീനോ കുടിച്ചു കേട്ടോ. പിന്നെ അവിടെ സോങ് ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് പോയ യാത്രയുടെ ക്ഷീണങ്ങളൊക്കെ തീർത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.